തിരുമലയിലേക്ക് 2388 പടികൾ കയറി എത്തിയ അനുഭവം കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ ഇനി പിന്നിലേക്ക് പോവാം. ഈ ബസ് കയറി ഇരിക്കുമ്പോഴേ ഒരു മുട്ടം പണി വാങ്ങാനാണ് പോണേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ഈ ബസ് നടപ്പാതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിർത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ബസ് മാറി കയറിയതാണ്. ആദ്യം കേട്ടപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വന്ന ആ ബസ്സിലെ ഡ്രൈവർ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ, ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ആവാം, നടക്കാം എന്നങ്ങനെ തീരുമാനിച്ച് അങ്ങനെ നടക്കാനുണ്ടായത്. 2 കിലോമീറ്റർ ഉള്ളൂ എന്നുണ്ടെങ്കിലും കുറേ പടികൾ നല്ലോണം കുത്തനെയാണ്. നമുക്ക് നന്നായിട്ട് ശ്വാസം മുട്ടും. പിന്നെ റിലാക്സ് ചെയ്ത് പോരാം, കാരണം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, വെള്ളമുണ്ട്, ബാത്റൂം സൗകര്യമുണ്ട്. പിന്നെ ഇത്ര സമയം കൊണ്ട് തന്നെ എത്തണം എന്നുള്ളതില്ല. സാധാരണ ഇത് കയറാനായിട്ടും ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ കയറുമ്പോൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഇനി എത്ര പടികളുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. ഞാൻ എന്തായാലും ഒരു 2.5 മണിക്കൂർ കൊണ്ട് 2388 പടികൾ താണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇനി ഓൾറെഡി ഞാൻ സർവദർശൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റ് വഴിയാണ് ഞാൻ തൊഴാനായിട്ട് ഉള്ളിൽ കയറിയത്. അതും ഒരു ലോട്ടറി അടിച്ചു. 2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് തൊഴുതിറങ്ങാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. ഈ ശ്രീവരി മേട്ടിലൂടെ പോയ നിങ്ങളുടെ അനുഭവം എന്താ? കമൻറ്റ് ചെയ്യണേ.